ബിജെപിയുടെ നേതാക്കൾ പാകിസ്ഥാനിൽ നിന്നും പണം കൈപ്പറ്റി ചാരപ്രവർത്തനം നടത്തുന്നുണ്ട് എന്ന ആരോപണവുമായി കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ദിഗ്വിജയ് സിംഗ് മധ്യപ്രദേശിൽ നടത്തിയ ഒരു വാർത്താ സമ്മേളനത്തിലാണ് ഇത്തരമൊരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. ചാരപ്രവർത്തന കേസുകളിൽ ബിജെപി ബജ്രംഗ് ദൾ നേതാക്കളും പ്രവർത്തകരും ഉൾപ്പെട്ടിട്ടുണ്ട് എന്നും ഇത്തരക്കാർക്കെതിരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തിയുള്ള കേസുകൾ രജിസ്റ്റർ ചെയ്യണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുള്ളത്. എന്നാൽ ഈ ആരോപണത്തിനെതിരെ ബിജെപിയും രംഗത്ത് വന്നിട്ടുണ്ട്. ബിജെപിയുടെ പ്രധാന ചുമതലകൾ വഹിക്കുന്ന നേതാക്കളാണ് പാകിസ്ഥാനു വേണ്ടി ചാരപ്രവർത്തനം നടത്തുന്നത് എന്ന് ദിഗ്വിജയ് സിംഗ് ആരോപിക്കുന്നു. ഇവർക്കെതിരെ കേസെടുക്കുകയും ജാമ്യം ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അവർക്കെതിരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തണമെന്നും ദിഗ്വിജയ് സിംഗ് ആവശ്യപ്പെട്ടു. ISIക്ക് വേണ്ടി ഇപ്പോഴും ചിലർ ചാരപ്രവർത്തനം നടത്തുന്നുണ്ട് എന്ന് മധ്യപ്രദേശ് മുൻ മുഖ്യമന്ത്രി കൂടിയായ ദിഗ്വിജയ് സിംഗ് ആരോപിച്ചു. BJP ദേശീയതയെക്കുറിച്ച് പറയുന്നു, പാകിസ്ഥാനെതിരെ പോരാടുന്നുവെന്ന് പ്രചരിപ്പിക്കുന്നു. അവരാണ് പാകിസ്ഥാനിൽ നിന്ന് പണം വാങ്ങിയതെന്ന് ദിഗ്വിജയ് സിംഗ് പറഞ്ഞു. കഴിഞ്ഞ 2 മാസമായി കാശ്മീരിലെ 80 ലക്ഷം ജനങ്ങൾ തടവിൽ കഴിയുകയാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ വിശ്വസിക്കുന്ന അവരുടെ നേതാക്കളെ വിട്ടയക്കണമെന്നും ദിഗ്വിജയ് സിംഗ് ആവശ്യപ്പെട്ടു. മധ്യപ്രദേശിലെ ഹണി ട്രാപ്പ് കേസ് അന്വേഷണം ശരിയായ രീതിയിൽ നടക്കുന്നുണ്ട് എന്നും അദ്ദേഹം ഇതിനിടയിൽ കൂട്ടിച്ചേർത്തു. നേരത്തെയും ദിഗ്വിജയ് സിംഗ് BJP നേതാക്കൾ പാകിസ്ഥാനു വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട് എന്ന് ആരോപിച്ചിരുന്നു. ISIക്ക് വേണ്ടി പണം വാങ്ങി ചാരപ്രവർത്തനം നടത്തുന്നവരിൽ കൂടുതൽ മുസ്ലിങ്ങളല്ലാത്തവരാണ് എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. അതേസമയം ദിഗ്വിജയ് സിംഗിന്റെ പ്രസ്താവനയ്ക്കെതിരെ BJP രംഗത്ത് വന്നു. പാകിസ്ഥാന് ഓക്സിജൻ നൽകുന്ന പ്രസ്താവനകളാണ് അദ്ദേഹം നടത്തുന്നത് എന്ന് BJP വക്താവ് സാംബിത് പത്ര കുറ്റപ്പെടുത്തി. BJPയെ അപകീർത്തിപ്പെടുത്തുകയാണ് ദിഗ്വിജയ് സിംഗിന്റെ ലക്ഷ്യമെന്ന് മധ്യപ്രദേശിലെ പ്രതിപക്ഷ നേതാവ് ഗോപാൽ ഭാർഗവ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.